ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് ഡെൻഡ്രോബിയത്തിൻ്റെ മഞ്ഞ പൂക്കളുടെ ഒരു കുറച്ച് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ എല്ലാം നല്ല സുന്ദരി പൂക്കളാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഓരോ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല, എല്ലാവരും ഒരേപോലെ തോന്നും. പക്ഷേ അതിൻ്റെ പേരൊക്കെ വേറെ വേറെയാണ്. ചെറിയ ലിപ്പിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഷെയ്ഡിൻ്റെ മാറ്റം വരുന്നുണ്ട്. അങ്ങനെയാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നതും. പിന്നെ പേര് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ചിലപ്പം എനിക്കും മനസ്സിലാകാറില്ല ഇത് വേറെയാണോ എന്ന്. പെട്ടെന്ന് കണ്ടാൽ നമുക്കും മനസ്സിലാകത്തില്ല ഇത് ഏതൊക്കെയാണെന്ന്. ഞാനും അതിൻ്റെ പേര് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിപ്പം മഞ്ഞ കളർ ചോദിച്ച് എന്നോട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ മഞ്ഞപ്പൂക്കൾക്ക് മാത്രമായിട്ട് എടുത്തേക്കുന്നത്. ഇത് നല്ല കുറേ കളക്ഷനുണ്ട് ഈ പ്രാവശ്യം കേട്ടോ, കളർഫുള്ളായിട്ടുള്ള. അത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ് വരുന്നത്. നല്ല ആരോഗ്യമുള്ള ചെടികളാണ്. ചിലതിലൊക്കെ 2 സ്പൈക്കൊക്കെ വന്നിട്ടുണ്ട്, ബഡ് വേറെയായിട്ട് ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളതും അങ്ങനെയൊക്കെയുണ്ട്. ഇതിലും ആവശ്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതിന് ഫെർട്ടിലൈസറൊന്നും കൊടുക്കാതെ മാറ്റി നിർത്തണ്ട. ഫെർട്ടിലൈസർ കൊടുക്കുക, ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഫെർട്ടിലൈസർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ചെടി വരുമ്പം അതിൽ ഇതിനേക്കാട്ടിലും നല്ല ഫ്ലവറിൻ്റെ എണ്ണമുള്ള സ്പൈക്ക് നമുക്ക് കിട്ടും. ബഡിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പം കൂടുതൽ ചെടിക്ക് കുറച്ചും കൂടെ ആരോഗ്യമുള്ള ചെടിയായിട്ട് വളരണമെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കണം. ഫെർട്ടിലൈസർ കൊടുക്കുന്നതനുസരിച്ചിട്ട് ചെടിയുടെ വളർച്ച കൂടുകയും അതുപോലെ ബഡിൻ്റെ എണ്ണം കൂടുകയും വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുക. ഇപ്പം നമുക്ക് വീട്ടിൽ വളർത്തുന്നവർക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അന്നേരം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പോൾ എൻ്റെ നിന്ന് ചെടി വാങ്ങുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, വാങ്ങിക്കൊണ്ട് പോയിട്ട് ചിലർ ഷോയ്ക്ക് മാത്രമായിട്ട് അങ്ങനെ നമ്മൾ പോട്ടിൽ എല്ലാം മിക്സ് ചെയ്ത് കരിയൊക്കെ ഇട്ട്, ഞാൻ കരിയിട്ടാണ് ചെടി നടുന്നത്. അന്നേരം അതേപോലെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കരിയിട്ട് ഫില്ല് ചെയ്ത് ചെടി നടുന്നതെല്ലാം പറഞ്ഞു കൊടുക്കും. അതിനോടൊപ്പം തന്നെ പറയാറുണ്ട് ഫെർട്ടിലൈസർ കൊടുക്കുക. ഇപ്പം എല്ലാം ഫില്ല് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പൈക്കിൻ്റെ ടൈം കഴിയുമ്പം ആ ഫ്ലവർ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഒരു ഫ്ലവർ വരണമെങ്കിൽ കുറേ നാൾ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു തുടങ്ങുമ്പം നെക്സ്റ്റ് ഒരു പ്ലാന്റ് അതിൽ നിന്ന് വളർന്ന് വരികയും ചിലപ്പം ഈ പഴയ പ്ലാന്റ്സ് തന്നെ പുതിയ സ്പൈക്ക് വരികയും ചെയ്യും. അടുത്ത പുതിയ പ്ലാന്റ്സിൽ ഇതിനെക്കാട്ടി ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഫെർട്ടിലൈസർ കൊടുക്കുക. അതേപോലെ നമുക്ക് മറക്കാതെ മാസത്തിലൊരിക്കൽ ഫംഗിസൈഡ് കൊടുക്കുക. ഇപ്പോൾ വീട്ടിൽ വളർത്തുന്നവർക്കാകുമ്പം അതനുസരിച്ചിട്ട് അറിയാം എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, ഗ്രീൻ കെയറൊക്കെ വാങ്ങാനായിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇത് നമ്മുടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരണമെങ്കിൽ ഫെർട്ടിലൈസറും ഫംഗിസൈഡും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഒച്ചിൻ്റെ ശല്യം പറയുന്ന ചിലർ ചോദിക്കാറുണ്ട്. ഒച്ചിൻ്റെ ശല്യത്തിന് എനിക്ക് പ്രത്യേകിച്ച് അതിന് മരുന്നായിട്ടൊന്നും പറയാനില്ല. ഞാൻ കല്ലുപ്പ് വാങ്ങിയിട്ട് ഇത് ചെടി വെച്ചേക്കുന്ന സ്റ്റാൻഡിൻ്റെ താഴെയായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം, അല്ല ചിലപ്പം മഴ സീസണിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അതിൻ്റെ താഴെ മൊത്തം കല്ലുപ്പ വാങ്ങിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടേക്കും. എന്നിട്ട് അങ്ങോട്ടൊക്കെ വരാനായിട്ടുള്ള ഒച്ച് ഇഴഞ്ഞ് വരികയാണെങ്കിൽ അതൊക്കെ ചത്തുപോകാറുണ്ട്. അതുകൊണ്ട് അതാണ് എൻ്റെ കയ്യിൽ മെഡിസിനായിട്ടുള്ളത്. ഓക്കേ, ബൈ.